മുൻപ് ചിറയായിരുന്ന ഭാഗത്താണ് ഈ കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയം ഉയരുന്നത്. വലിയ തോതിൽ വെള്ളക്കെട്ട് നിലനിൽക്കുന്നിടം. ഇവിടെയാണ് 50 അടിയോളം ഉയരമുള്ള ചെരുവ് ഇടിച്ചു താഴ്ത്തിയത്. കുന്നിന്റെ മുകളിൽ 3 കിണറുകളുണ്ട്. കൂടാതെ മഴ ശക്തമായതോടെ മണ്ണ് നനഞ്ഞു കിടക്കുന്നു. മണ്ണിടിഞ്ഞുള്ള അപകട സാധ്യതകൾ ഇത്രയും നിലനിൽക്കുമ്പോഴാണ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ പണികൾ തുടർന്നത്. അപകട സാധ്യത കണ്ട് നേരത്തെ സമീപവാസികൾ പരാതി നൽകിയിരുന്നതാണ്. പരാതികൾ ഈ വീട്ടിലുള്ളവർ ആ വീട്ടിലുള്ളവർ എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്ത് ഇന്നലെയും മെനങ്ങാന്ന് 4 നാൾ എല്ലാം അന്വേഷിക്കാൻ വന്നിട്ടുള്ളതല്ലാതെ നടപടി ഇതുവരെ നമുക്ക് സ്വീകരിച്ചിട്ടില്ല. ഒരു കംപ്ലൈന്റ് സ്വീകരിച്ചിട്ടില്ല. കാരണം ഇവരെ പണത്തിന്റെ ഇതുകൊണ്ടായിരിക്കും. പണം കൊണ്ടൊന്നും മൂടാമല്ലോ. പരാതി തുടർന്നാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം തുടങ്ങിയത്. അവരെടുത്ത് വിളിച്ചു പറഞ്ഞു, ഇനി ഇടിക്കാൻ പാടില്ല, ഇടിച്ചത് മതി, ഇനി ബാക്കി കെട്ടിയതിനെ ഇടിച്ചാൽ മതി എന്ന് പറഞ്ഞു. 1 മാസം മുന്നേ അവർ റിട്ടേൺ പോലെ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ ദുരന്തം ഉണ്ടാവുമായിരുന്നില്ല. പാങ്ങാപ്പാറയിൽ മണ്ണിടിഞ്ഞ് 4 പേർ മരിക്കാനിടയായ സംഭവം കളക്ടർ അന്വേഷിക്കും. മരിച്ച 4 പേരുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.